വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളൊരു Q&A ഇട്ടായിരുന്നു. അപ്പോഴത്തേക്കും അതിനകത്ത് വന്നൊരു ചോദ്യമാണ് ഞങ്ങൾ രണ്ടുപേരും ക്വസ്റ്റ്യൻ സംഭവം. അപ്പം ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഷായിക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അല്ല, ചോദിക്കണം. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് ഒരു വ്ളോഗാക്കി ഇടാന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ്. ഷായിക്ക് വെക്കാനുള്ളത് വേറൊരു വ്ളോഗാക്കി ഞങ്ങളിടാം. ഇത് ഞാൻ ഷോർട്സ് ആക്കി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തമാശ രീതിയിലുള്ള ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിവിടെ യാതൊരു പ്രസക്തിയില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എന്റെ ഓർമ്മ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാല് നമ്മൾ തമ്മിലുള്ള എന്ത് കാര്യമായിരിക്കും എന്റെ അടുത്ത് വന്ന് പറയുക? ഓർമ്മ പോയതിന് ശേഷം. ക്വസ്റ്റ്യൻ എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പം ആൻസർ തരേണ്ട കടമ ഷായിക്കാണ്. ഒന്നാമത്തെ കാര്യം, നിനക്ക് ഓർമ്മ പോത്തില്ല. അതെന്ത്? എങ്ങനെ പോവാൻ? ഇപ്പൊ നടക്കുന്നതല്ല, 10 കൊല്ലം മുന്നുള്ള കാര്യം വരെ നീ എന്നെ പറഞ്ഞ് കളിയാക്കുന്നു. അതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ മറക്കാൻ പറ്റാത്ത സംഭവം ഇൻസിഡൻസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോ കളിയാക്കുന്നതായാലും ദേഷ്യം വരുന്നതായാലും അതൊന്നും ഞാൻ മറക്കത്തില്ല. ചിലപ്പോൾ എന്റെ ഓർമ്മ പോയി കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. മറക്കത്തില്ല, അതൊരു ഇതല്ല, ആൻസർ അല്ല. അപ്പൊ എന്തായിരിക്കും? എന്ത് കാര്യമായിരിക്കും? നമ്മളെ റിലേഷൻ തുടങ്ങി 2021 ഏപ്രിൽ 26 തുടങ്ങി 2025 ജനുവരി ഇന്ന് ഇത്രയായി. അപ്പം ഈ ഒരു നാൾക്ക് ഇടയ്ക്കുള്ള നിങ്ങൾക്ക് മറക്കാൻ പറ്റാതെ നമ്മുടെ ഇടയിലുള്ള ആ ഒരു അത്രയും ടച്ചബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കുമോ പറയുന്നത്? അപ്പൊ അതെന്തായിരിക്കും? പറ. നമ്മൾ ഒരുമിച്ച് കറങ്ങാൻ പോയത്, ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണാൻ വന്നത്, ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അതേപോലെ ആദ്യം നിന്നെ പരിചയപ്പെട്ടത്, നീ എന്നെ പരിചയപ്പെട്ടത്. എങ്ങനെയാണ് പരിചയപ്പെട്ട? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പോഴേ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഇതിന്റെ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. മഹാഭാരതം പോലെ വായിക്കേണ്ടി വരും. അല്ല, എഴുതാനല്ല, അത് ഞങ്ങൾ വേറെ വ്ളോഗായിട്ട് പറയാം. ഇല്ലേ ഷാ? ഓക്കെ. അപ്പൊ വിഷയം മാറ്റേണ്ട കാര്യം നീ എന്നെ മറക്കുമല്ലേ? ഇല്ല, മറക്കത്തില്ല. പിന്നെന്തിനാ അങ്ങനെ ചോദ്യം ചോദിച്ചത്? അല്ല, ഇപ്പൊ ഇൻ കേസ് അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ഞാനൊന്നും പറയാതെ തന്നെ നിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴേ നിനക്കല്ല ഓർമ്മ വരും. അതെന്താ അങ്ങനെ പറയുന്നത്? എന്റെ മുഖം കാണുമ്പോഴേ നിനക്കല്ല ഓർമ്മ വരും. ആര് പറഞ്ഞു? പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് പറ. എന്നാലും അല്ല, ഓക്കെ, എന്നാലും എന്ത് ഇൻസിഡന്റ് ആയിരിക്കും പറഞ്ഞത്? ചിലപ്പം ഒന്നും പറയണ്ട, നിങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോ തന്നെ ഷാന്ന് പറഞ്ഞു വരുമായിരിക്കും. പക്ഷെ അതല്ല, എന്തേലും ഇൻസിഡന്റ് പറയാൻ വരുവാണെങ്കിൽ എന്തുമായിരിക്കും പറയുന്നത്? നീ കല്യാണത്തിന് മന്ദല് പിടിച്ചോണ്ടൊരു വീഡിയോ ഉണ്ട്, കേൾക്കാമേ? വലിച്ചു കയറാം. നീ കല്യാണത്തിന് ഒരുങ്ങി മന്ദല് പിടിച്ചോണ്ട് നീ തന്നെ എന്നിട്ട് പറയാൻ നോക്കി കണ്ണാടി നോക്കാൻ പറയും നീയാണോ? ഞാൻ വിചാരിച്ചു എന്റെ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ആയിരിക്കും, പക്ഷെ അത് വെറും സിമ്പിൾ ആക്കി കളഞ്ഞിരിക്കുന്നു. I win. No. I win. അപ്പൊ അടുത്ത ഷായിക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അടുത്ത വ്ളോഗിൽ ഞങ്ങൾ അതുമായിട്ട് വരാം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ആരും കമന്റ് ഇടുന്നില്ല ഞങ്ങളുടെ വീഡിയോ എങ്ങനെ ഉണ്ട്, അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ അഭിപ്രായവും നിങ്ങൾ കമന്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രചോദനമാണ്. അപ്പൊ സൈനിങ് ഓഫ്, സബീല ആലിഫ്. ബൈ ബൈ.